വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഉടനെ തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അതും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 9 കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 9 കാര്യങ്ങളാണ്. റെഗുലറായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത 9 കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത്, അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം ചുരുങ്ങി പോകാതെ ഒരു പ്രഗ്നന്റ് ആയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് 1 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകൾ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുൻപ് വരെ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റെഗുലർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഓവുലേഷൻ ഡേറ്റ് മിസ്സായി പോകുന്നതിനുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്യുകയും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും തന്നെ സ്പേം സെൽസ് ശരീരത്തിനകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് എഗ് നേരത്തെ വന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് പോലും നമ്മുടെ ശരീരത്തിന് ഓൾറെഡി സെമൻ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് അതുമൂലം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും പുഴുങ്ങിയ ഓരോ മുട്ട വീതം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു എഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് അയേൺ, കാൽഷ്യം, സിങ്ക്, വിറ്റമിൻ B6, ഫോളേറ്റ്, വിറ്റമിൻ B12, വിറ്റമിൻ A എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ DHA, omega-3 ഫാറ്റി ആസിഡ് എന്നിവയും ഉണ്ടായിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു ദിവസം ഒരു പുഴുങ്ങിയ മുട്ട അങ്ങനെ എടുക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഗ്ഗിനും പുരുഷന്റെ സ്പേമിനും വേണ്ടുന്ന വളരാൻ വേണ്ടിയിട്ട്, അത് ഏറ്റവും ക്വാളിറ്റിയോട് കൂടി വളരാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം തന്നെ എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ക്വാളിറ്റിയുള്ള എഗ്ഗും ക്വാളിറ്റിയുള്ള സെമനും തമ്മിൽ ചേരുകയാണെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് ഒരു എംബ്രിയോ ഫോം ചെയ്യാനായിട്ട് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കാം. മുട്ട എടുക്കുന്നതിന് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് ബോയിൽഡ് ആയിട്ടുള്ള പുഴുങ്ങിയ മുട്ട കഴിക്കുന്നതാണ്. അതായത് ഫുള്ളായിട്ട് കുക്ക്ഡ് ആയിട്ടുള്ള പുഴുങ്ങിയ മുട്ട നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അതിൽ ബാക്ടീരിയാസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബുൾസൈഡ് രൂപത്തിൽ ഓംലേറ്റ് ആയിട്ടോ മുട്ട എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ഒരു ദിവസം ഒരെണ്ണം കഴിക്കുക എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ഒരു 15 മിനിറ്റ്സ് എങ്കിലും ആ ഒരു ദിവസം നിങ്ങൾ വ്യായാമം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഫെർട്ടിലിറ്റി എക്സസൈസ് മാത്രമല്ല, ഒരു 15 മിനിറ്റ് എങ്കിലും വാക്കിംഗ് എങ്കിലും നിങ്ങൾ ദിവസേന പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പുറത്ത് വാക്കിംഗ് പോകാനായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വീടിനകത്ത് ഹാളിലൂടെ എങ്കിലും കൈയൊക്കെ വീശി ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നല്ലൊരു വ്യായാമമായിരിക്കും നമുക്കത് തരുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസവും ഗ്രീൻ ടീ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ ചായയോ കോഫിയോ കുടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഒരുപാട് ഗ്രീൻ ടീസും അതുപോലെ ഫെർട്ടിലിറ്റി ടീസും നമ്മുടെ ചാനലിൽ ഇതിനോടകം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റാസ്ബെറി ടീ, സ്പിയർമിന്റ് ടീ, ഫെർട്ടിലിറ്റി, ഇങ്ങനെ ഒരുപാട് ടീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ചായയ്ക്ക് പകരം ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എൻഡോമെട്രിയം തിക്കണാവുന്നതിന് വേണ്ടിയിട്ടും എംബ്രിയോ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും നമുക്ക് ഇതിലൂടെ തന്നെ കിട്ടുന്നു. ഇനി ഇതൊന്നും ഉപയോഗിക്കാതെ ഫെർട്ടിലിറ്റി ടീയോ അല്ലെങ്കിൽ റാസ്ബെറി ടീയോ സ്പിയർമിന്റ് ടീയോ ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നോർമലി ഗ്രീൻ ടീ ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി അത് കൃത്യമായിട്ട് വളർന്നിട്ട് റപ്ചർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളുടെ ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിനും
ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒരു ദിവസം 2 നേരമെങ്കിലും നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ചെറു ചൂടോട് കൂടി ഒരിക്കലും ഗ്രീൻ ടീ എടുക്കേണ്ട ആവശ്യമില്ല. ചൂട് നന്നായിട്ട് ആറിയിട്ട് നമ്മൾ വെള്ളം കുടിക്കില്ല, അതുപോലെ നിങ്ങൾ കുടിച്ചാൽ മതി കേട്ടോ. ഇനി ആ ഒരു ചവർപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഹണി ആഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതല്ലാതെ പഞ്ചസാരയൊന്നും അതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൽ കൂടി ചായനെ മാറ്റിയിട്ട് രാവിലെയും വൈകുന്നേരവും ഭാര്യ ഭർത്താക്കന്മാർ ഇത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേ ടു ഡേ നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പീരീഡ്സിന്റെ 5th ഡേയോ അല്ലെങ്കിൽ 2nd ഡേയോ ഒക്കെ മുതൽ നിങ്ങൾ റെഗുലർ ആയിട്ട് അടുത്ത പീരീഡ് പ്രതീക്ഷിക്കുന്ന ഡേറ്റ് വരെ 1 ടീസ്പൂൺ എള്ള് കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസും കാൽഷ്യം, അയേൺ, വിറ്റമിൻ ഇ അതുപോലെ അണ്ടർ റിലീസ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം പ്രൊജസ്ട്രോണിന്റെ കണ്ടന്റും ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാവുന്നതിനും ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെ ബാലൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും 1 ടീസ്പൂൺ എള്ള് വീതം നിങ്ങൾ കഴിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പുരുഷന്മാർ എള്ള് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എള്ളിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് സെക്സ് ഹോർമോൺസിന്റെ വർക്കിംഗ് നന്നായിട്ട് നടക്കുന്നതിനും എള്ളിൽ അടങ്ങിയിട്ടുള്ള അയൺ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. മഗ്നീഷ്യം, സെലീനിയം, ആർജിനിൻ പോലുള്ള ഒരുപാട് ഫെർട്ടിലിറ്റി കണ്ടന്റ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എള്ള് എടുക്കാനായിട്ട് പേടിയാണ്, കാരണം പീരിയഡ്സ് ഇൻഡ്യൂസ് ആകും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അങ്ങനെയുള്ളവർ പീരിയഡ്സിന്റെ ഒരു 2nd ഡേ മുതൽക്ക് തന്നെ ഇത് എടുക്കണമെങ്കിൽ ഈസ്ട്രോജൻ ഹോർമോണിന് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും തരാൻ വേണ്ടിയിട്ട് എള്ള് ഉപയോഗിക്കുന്നത് സഹായിക്കും. ഒരു ദിവസം 1 ടീസ്പൂൺ വീതം മാത്രം നിങ്ങൾ എടുത്താൽ മതി. അതിനേക്കാൾ ഒരുപാട് കൂടുതലായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ കടലയെ പറ്റിയിട്ടാണ്. കടല ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യ വിഭവമാണ്. വിറ്റമിൻ സി, വിറ്റമിൻ B6, മാഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാഷ്യം, പ്രോട്ടീൻ എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവ നമ്മുടെ സെല്ലിന്റെ ഇന്റഗ്രിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡും നമുക്ക് കുഞ്ഞിന്റെ ഗർഭാശയ ശിശുവിന് മറ്റുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എഗ്ഗിന്റെയും അതുപോലെ സ്പേമിന്റെയും ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ചിക്ക് പീസ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് ബോഡിയെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും സ്പേമിന്റെ ക്വാളിറ്റി അതുപോലെ മോട്ടിലിറ്റി, ഷേപ്പ് തുടങ്ങിയവ കൊണ്ടുവരുത്തുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വെയിറ്റ് മാനേജ്മെന്റ് നോക്കുന്ന ആളുകൾക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചിക്ക് പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടല ഉപയോഗിക്കുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും കടല നമുക്ക് കറി വെച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കടല റോസ്റ്റ് ചെയ്തെടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ആ രീതിക്ക് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ കടല റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ തന്നെ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിലോട്ട് ഒരുപാട് സോൾട്ട് ഒന്നും ആഡ് ചെയ്യാതെ ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് കഴിക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും കടല എങ്ങനെയാണ് ചേച്ചി കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയില്ലേ? ഈവനിങ് സ്നാക്കിന്റെ രൂപത്തിൽ കടല കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കടല എടുത്തിട്ട് നിങ്ങൾ കഴിക്കുക. അതും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിക്കുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സൺബാത്ത് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരം സൂര്യപ്രകാശം, നമുക്ക് പറ്റുന്ന രീതിക്കുള്ള സൂര്യപ്രകാശം നമ്മൾ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 11 മണി 3 മണി വരെയുള്ള ടൈമാണ് ഏറ്റവും കൂടുതൽ സൺ എക്സ്പോഷറിന് പറ്റിയ ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ചൂട് നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു 11 മണി അടുക്കുന്നതിന് മുൻപുള്ള ഒരു വെയിലാണെങ്കിലും നിങ്ങളൊന്ന് കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ. ഈ സൺഷൈൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് എത്തുമ്പോഴേക്കും വിറ്റമിൻ ഡി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇതുമൂലം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കിൾസ് വളരുന്നതിനും അതുപോലെ ഹോർമോൺസിന്റെ പ്രവർത്തനം നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലും റെഗുലർ ആയിട്ട് സൺ എക്സ്പോഷർ എടുക്കുന്നത് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും എൻഡോമെട്രിയം തിക്കനായിട്ട് വളരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ബെനിഫിറ്റ് ഉണ്ട്. സ്പേമിന്റെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ദിവസേന ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിൽ കൊണ്ടാൽ മതി. അത് അതികഠിനമായിട്ടുള്ള വെയിലൊന്നും നമ്മൾ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. സൺ എക്സ്പോഷർ എടുത്തു കഴിഞ്ഞ് വന്നിട്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സൺ എക്സ്പോഷർ കിട്ടി അതുപോലെ തന്നെ വെള്ളം ശരീരത്തിൽ എത്തുന്നത് മറ്റുള്ള ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത് പറയുന്നത് ശതാവേരിയെ പറ്റിയിട്ടാണ്. ഓൾറെഡി എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശതാവേരി യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ശതാവേരിയും നമുക്ക് ഡെയിലി തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാൽഷ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, വിറ്റമിൻ ഇ, അതുപോലെ ഫൈബർ, ഫോളേറ്റ്, ഫോസ്ഫറസ് എന്നീ കണ്ടൻസ് എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓവുലേഷൻ ഡിസ്ചാർജ് നല്ല ക്ലിയർ ആയിട്ടുണ്ടാകുന്നതിനും അത് നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്നതിനും ശതാവേരി ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഓവുലേഷൻ ഡിസ്ചാർജ് ഇല്ലാത്തത് കൊണ്ട് മാത്രം പ്രഗ്നന്റ് ആകാത്ത ആളുകളുണ്ട്. ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ ഡിസ്ചാർജ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെഡിസിൻസ് എടുത്തിട്ട് മാത്രം പ്രഗ്നന്റ് ആകുന്ന ആളുകളുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ ഡിസ്ചാർജിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഓവുലേഷൻ ഡിസ്ചാർജ് നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സെർവിക്സിന്റെ ഹെൽത്ത് നന്നായിട്ട് പോകുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഈ ശതാവേരി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഹോർമോൺസിന്റെ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഈസ്ട്രജന്റെ ബാലൻസ് ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ യൂട്രസിനെ ആ കുഞ്ഞിനെ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ശരീരത്തിൽ LH ഹോർമോണിന്റെ പ്രവർത്തനം നന്നായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ലൂട്ടനൈസിങ് ഹോർമോൺ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് എഗ് റപ്ചർ ആവുന്നതായിട്ട് അതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിട്ട് പോകുന്നവർക്ക് അതൊന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശതാവേരി യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഭക്ഷണത്തിന് ശേഷം ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1/2 ടീസ്പൂണോ എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഏറ്റവും ആദ്യം നിങ്ങൾ 1/4 ടീസ്പൂൺ എടുത്തിട്ട് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ബോഡിയിൽ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 1/2 ടീസ്പൂണിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ ഫുഡ് അലർജി ഉള്ള ആളുകൾ ഓൾറെഡി ഫുഡ് പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ അലർജി ഉള്ള ആളുകൾ ഈ ഫുഡ് ഉപയോഗിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പാലിൽ ചേർത്തിട്ടോ വെള്ളത്തിൽ ചേർത്തിട്ടോ നമുക്ക് ശതാവേരി യൂസ് ചെയ്യാവുന്നതാണ്. ശതാവേരി എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ള തരത്തിലുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ഡേയ്സും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട്. ചിലപ്പോൾ കേട്ട് മുഷിഞ്ഞ ആളുകൾ വരെ ഉണ്ടാകും. പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫെർട്ടിലിറ്റി എക്സസൈസ്. നിങ്ങൾക്ക് കേട്ട് മടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്താൽ മാത്രമേ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കുക. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത് നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റീവിലെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു മീൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ റോൾഡ് ഓട്സ് എടുക്കുന്നത് എന്തുകൊണ്ടും ശരീരത്തിന് നല്ലതാണ്. ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മുടെ ഡൈജഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഫോളേറ്റ്, മാംഗനീസ്, മഗ്നീഷ്യം, കോപ്പർ, അയൺ, സിങ്ക്, ഫോസ്ഫറസ്, വിറ്റമിൻ B1, വിറ്റമിൻ B5 എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം കാൽഷ്യം, പൊട്ടാഷ്യം, വിറ്റമിൻ B6, അതുപോലെ വിറ്റമിൻ B3 എന്നിവയെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ജിമ്മിൽ പോയൊന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ റോൾഡ് ഓട്സ് ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. വെയിറ്റ് മാനേജ്മെന്റ് അതുപോലെ ആ ഒരു കൊഴുപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനമെല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ ഹോർമോൺസിന്റെ റെഗുലേഷന് അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫാറ്റ് ഉള്ള ആളുകൾക്ക്, PCOD ഉള്ള ആളുകൾക്ക്, വെയിറ്റ് ലോസ് നോക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഒക്കെ മാക്സിമം ക്യൂർ ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോൾഡ് ഓട്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫുഡായിട്ട് നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സ്മൂത്തീസ് ഒക്കെ ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 9 കാര്യങ്ങളാണ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഉടനെ തന്നെ വിത്തിൻ 2 months നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. ട്രസ്റ്റ് മീ. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്തിട്ട് മാത്രം പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആത്മവിശ്വാസത്തോടു കൂടി ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.